വാർത്തകളിലേക്കാണ്. രണ്ടുപേരെ കൊലപ്പെടുത്തിയത് മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ നിർണായക വിവരവുമായി സംഭവ സമയത്തെ CA ആയ റിട്ടയർഡ് SP N സുഭാഷ് ബാബു മുഹമ്മദ് അലി വെളിപ്പെടുത്തിയ രണ്ടാമത്തെ കൊലപാതകമായ വെള്ളയിൽ കൊലപാതകം സ്ഥിരീകരിക്കുകയാണ് സുഭാഷ് ബാബു. 1989 വെള്ളയിൽ ബീച്ചിൽ വെച്ച് മരിച്ച യുവാവിൻ്റേത് കൊലപാതകമെന്ന് ഉറച്ച് സംശയിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ മുഹമ്മദ് അലി വെളിപ്പെടുത്തിയ രണ്ട് കൊലപാതകങ്ങളിലും കൊല്ലപ്പെട്ടതാരെന്ന് ഇതുവരെ സ്ഥിരീകരിക്കാനാകാതെ കുഴഞ്ഞിരിക്കുകയാണ് പോലീസ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 36 വർഷങ്ങൾക്ക് മുൻപ് താൻ രണ്ട് കൊലപാതകങ്ങൾ നടത്തിയെന്ന മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ വെറുമൊരു ഭാവനയല്ലെന്ന് ഏറെക്കുറെ ഉറയ്ക്കുകയാണ്. കൂടരഞ്ഞിയിൽ തന്റെ 17-ാം വയസ്സിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ച ആളെ തോട്ടിൽ ചവിട്ടിയിട്ട് കൊന്നെന്നായിരുന്നു ആദ്യ വെളിപ്പെടുത്തൽ. രണ്ടാമത്തേത് തന്റെ 19-ാം വയസ്സിൽ, അതായത് ആദ്യ കൊലപാതകം കഴിഞ്ഞ് 2-ാം വർഷം വെള്ളയിൽ ബീച്ചിൽ യുവാവിനെ കൊലപ്പെടുത്തിയെന്നും. മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിന്റെ പൊരുൾ തേടിയ പോലീസിന് നിർണായക വിവരമാണ് റിട്ടയർഡ് SP സുഭാഷ് ബാബു നൽകുന്നത്. വെള്ളയിൽ മുഹമ്മദ് അലി പറഞ്ഞ സമയകാലത്ത് ഒരു യുവാവ് ബീച്ചിൽ മരിച്ചിരുന്നു. ഇത് കൊലപാതകമാണെന്ന് സംശയിച്ചിരുന്നതായി അന്ന് സ്ഥലം CI ആയിരുന്ന സുഭാഷ് ബാബു പറഞ്ഞു. മൂക്കിലും പിന്നെ അതിൻ്റെ നാസാദ്വാരത്തിലും മണ്ണ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് അതിനകത്ത് എഴുതിയതായിട്ടൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ പറയാം, അങ്ങനെ ആണ് എനിക്കൊരു ഓർമ്മയുള്ളത്. അതുകൊണ്ട് കേസ് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. പഴയ ഉദ്യോഗസ്ഥരെയും രേഖകളെയും പരിശോധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഈ പ്രതികരണം. ഇതിനു പുറമെ വെള്ളയിൽ കേസിൽ തനിക്കൊരു കൂട്ടാളിയായി കഞ്ചാവ് ബാബു എന്ന ആളുണ്ടെന്നും മുഹമ്മദ് അലി പറഞ്ഞിരുന്നു. ഇതും സുഭാഷ് ബാബു സ്ഥിരീകരിക്കുന്നു. ആളുള്ളതായിട്ട് എനിക്കറിയാം. അപ്പോൾ അയാളുടെ പേര് പറഞ്ഞതുകൊണ്ട് അയാളിപ്പോൾ ജീവനോടുണ്ടെന്ന് അറിയില്ല. പക്ഷേ വീണ്ടും പോലീസിനെ കുഴയ്ക്കുന്നതും അന്വേഷണം സങ്കീർണമാക്കുന്നതും കൊല്ലപ്പെട്ടതാരെന്ന കാര്യത്തിലുള്ള അവ്യക്തതയാണ്. ആദ്യ വെളിപ്പെടുത്തലായ കൂടരഞ്ഞി കേസിൽ പോലീസിന് ആകെയുള്ള തുമ്പ് തോട്ടിൽ അജ്ഞാത മൃതദേഹം എന്നൊരു ചെറിയ കോളത്തിലെ പത്രവാർത്ത മാത്രമാണ്. വെള്ളയിൽ കേസിലും അന്വേഷണത്തിന് പുരോഗതി ഉണ്ടാക്കാൻ മാത്രമായുള്ള തെളിവുകളുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിലെ വെളിപ്പെടുത്തലിൽ കുഴങ്ങിയിരിക്കുകയാണ് പോലീസ്. 24 കോഴിക്കോട്.